ഹലോ ഡിയേഴ്സ്, ഇന്നത്തെ സ്റ്റഡി പ്ലാനിലെ ആദ്യത്തെ ടോപ്പിക്കാണ് ജിയോഗ്രഫിയിൽ നിന്നുള്ള റോക്സ്. വെൽക്കം ടു എലമെന്റൽ PSC. ശിലകളെ അവയുടെ ഉത്ഭവത്തിൻ്റെ അടിസ്ഥാനമാക്കിയിട്ട് നമുക്ക് മൂന്നായിട്ട് തരംതിരിക്കാം. ഒന്ന് ആഗ്നേയ ശിലകൾ, ഇഗ്നിയസ് റോക്സ്. രണ്ട് അവസാദ ശിലകൾ, സെഡിമെന്ററി റോക്സ്. മൂന്ന് കായാന്തരിത ശിലകൾ, മെറ്റാമോർഫ്. ആദ്യം നമുക്ക് ആഗ്നേയ ശിലകളെ പറ്റി നോക്കാം. ഇഗ്നിസ് എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഇഗ്നിയസ് റോക്സിലെ ഇഗ്നിയസ് എന്ന വാക്ക് രൂപപ്പെട്ടിരിക്കുന്നത്. ഇഗ്നിയസ് എന്നാൽ ഫയർ എന്നാണ് അർത്ഥം. ആഗ്നേയ ശിലകളുടെ കുറച്ച് വിശേഷണങ്ങളാണ് പ്രാഥമിക ശില അഥവാ പ്രൈമറി റോക്സ്, മാതൃശില, പിതൃശില, അതുപോലെ എല്ലാ ശിലകളുടെയും മാതാവ് എന്നിങ്ങനെ. ഈ ആഗ്നേയ ശിലകളെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാൻ കഴിയും. എക്സ്ട്രൂസീവ് റോക്സ് എന്നും ഇൻട്രൂസീവ് റോക്സ് എന്നും. മാഗ്മ തണുത്തുറഞ്ഞ് കട്ട പിടിച്ചിട്ടാണ് ഇഗ്നിയസ് റോക്സ് ഉണ്ടാവുന്നത്. തരികളുടെ സവിശേഷതകൾ അനുസരിച്ച് ഈ ഇഗ്നിയസ് റോക്സിനെ രണ്ടായിട്ട് തിരിച്ചിരിക്കുന്നു. അതാണ് ഈ പറഞ്ഞ എക്സ്ട്രൂസീവും ഇൻട്രൂസീവ് റോക്സും. മാഗ്മ ഭൗമാന്തർഭാഗത്ത് വെച്ച് തന്നെ പതിയെ തണുത്തുറയുമ്പോൾ വലിപ്പമുള്ള തരികൾ ഉള്ള ശിലകളായിട്ട് മാറും. അവയാണ് ഇൻട്രൂസീവ് റോക്സ്. എന്നാൽ ഭൗമ അന്തർഭാഗത്ത് നിന്നും ഉപരിതലത്തിലേക്ക് എത്തുന്ന ലാവ വേഗം തണുത്തുറയുമ്പോൾ നേർത്ത തരിയുള്ള ശിലയും അതുപോലെ തന്നെ മിതമായ രീതിയിലുള്ള തണുക്കലിലൂടെ മിതമായ വലിപ്പമുള്ള തരികളുള്ള ആഗ്നേയശിലകളും രൂപപ്പെടുന്നു. അവയെ എക്സ്ട്രൂസീവ് റോക്സ് എന്നും അറിയപ്പെടുന്നു. അഗ്നിപർവ്വത ജന്യ ശില എന്ന് ഈ എക്സ്ട്രൂസീവ് റോക്സിനെ വിളിക്കുന്നു. അതുപോലെ തന്നെ ഇൻട്രൂസീവ് റോക്സിനെ പാതാളശില അല്ലെങ്കിൽ പ്ലൂട്ടോണിക് റോക്സ് എന്നും. രണ്ടാമത്തെ ശിലാവിഭാഗമാണ് അവസാദ ശിലകൾ. ദൃഢീകരണം അഥവാ ലിത്തിഫിക്കേഷൻ എന്ന് പറയുന്ന പ്രോസസ്സ് വഴി രൂപപ്പെടുന്ന ശിലകളാണ് ഇവ. സിംപ്ലി നമുക്ക് അവശിഷ്ടങ്ങൾ അല്ലെങ്കിൽ അവസാദങ്ങൾ അടിഞ്ഞുകൂടി രൂപപ്പെടുന്ന ശില എന്ന് നമുക്ക് ഇവയെ പറയാം. ശിലകള് അപക്ഷയപ്പെട്ടിട്ട് ചെറിയ തരിയായി മാറുകയും കാറ്റ്, വെള്ളം, ഹിമാനി, തിരമാല എന്നിവ ഇവയെ വഹിച്ചുകൊണ്ടുപോയി താഴ്ന്ന പ്രദേശത്ത് പാളികളായിട്ട് നിക്ഷേപിക്കുകയും ചെയ്യും. ഇവ തിങ്ങിച്ചേർന്ന് രൂപപ്പെടുന്ന ശിലകളാണ് അവസാദ ശിലകൾ എന്ന് പറയുന്നത്. ഇവയെ നമുക്ക് സ്തരിതശില, അടുക്കശില, ജലകൃതശില എന്നിങ്ങനെയൊക്കെ വിളിക്കും. സെഡിമെന്റം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ്, ഊറിക്കൂടുക എന്ന അർത്ഥമുള്ള സെഡിമെന്റം എന്ന് പറയുന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് സെഡിമെന്ററി എന്ന പദം സെഡിമെന്ററി റോക്സിൽ ഉണ്ടായത്. അതുപോലെ തന്നെ ഇവയെ നമുക്ക് മൂന്നായി ക്ലാസിഫൈ ചെയ്യാം. ബലകൃതമായിട്ട് ഉടലെടുത്തവ, ഓർഗാനിക്കലി ഫോം ചെയ്തവ, കെമിക്കലി ഫോം ചെയ്തവ എന്നിങ്ങനെ മൂന്നായിട്ട് ഈ ശിലകളെ നമുക്ക് തരംതിരിക്കാം. മൂന്നാമത്തെ ശിലാവിഭാഗമാണ് കായാന്തരിത ശില. ഒരിക്കൽ ആഗ്നേയശിലയോ അവസാദശിലയോ ഒക്കെ ആയിരുന്നവ ഹൈ പ്രഷർ മൂലമോ ടെമ്പറേച്ചർ മൂലമോ വോളിയം മൂലമോ ഒക്കെ രൂപത്തിലും സ്വഭാവത്തിലും മാറ്റങ്ങൾ സംഭവിച്ചിട്ട് പുതിയൊരു ശിലയായിട്ട് മാറുന്നു. ഈ കായാന്തരിക ശിലയെ നമുക്ക് രണ്ടായി തിരിക്കാം, ഡൈനാമിക് എന്നും തെർമൽ എന്നും. സമ്മർദ്ദ കായാന്തരീകരണം എന്നാൽ എന്താണ്? സമ്മർദ്ദം കായാന്തരീകരണം അല്ലെങ്കിൽ ഡൈനാമിക് മെറ്റാമോർഫിസം എന്നാൽ പ്രഷറിന്റെ ഇൻഫ്ലുവൻസ് മൂലമാണ് ഇവിടെ പുതിയൊരു ശില ഉണ്ടാകുന്നത്. തെർമൽ മെറ്റാമോർഫിസം അല്ലെങ്കിൽ താപീയ കായാന്തരീകരണം എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചറിന്റെ ഫലമായിട്ടായിരിക്കും ശിലയിൽ മാറ്റം വരുന്നത്. ഈ തെർമൽ മെറ്റാമോർഫിസത്തിനെ നമുക്ക് സമ്പർക്ക കായാന്തരീകരണം എന്നും പ്രാദേശിക കായാന്തരീകരണമായിട്ടും പിന്നെയും തരംതിരിക്കാം. സമ്പർക്ക കായാന്തരീകരണം എന്നാൽ ലാവ ശിലകളുമായി സമ്പർക്കത്തിലാവുമ്പോൾ ടെമ്പറേച്ചറിന്റെ ഫലമായി ശിലകളിലെ പദാർത്ഥങ്ങൾ പുനഃക്രമീകരിക്കുന്നു. പ്രാദേശിക കായാന്തരീകരണം എന്നാൽ ടെക്ടോണിക് ചലനങ്ങളുടെ ഫലമായിട്ട് ഹൈ ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ഉണ്ടാവുകയും ഇവ കാരണം ശിലകളിൽ പുനഃക്രമീകരിക്കപ്പെടൽ നടക്കുകയും ചെയ്യുന്നതിനെയാണ് പ്രാദേശിക കായാന്തരീകരണം എന്ന് പറയുന്നത്. മിക്ക PSC എക്സാമുകളിലും ആവർത്തിച്ച് ചോദിക്കുന്ന ഒരു ഭാഗമാണ് ഈ റോക്സുകളിൽ ഓരോ റോക്സിന്റെയും എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഈ ഇഗ്നിയസ് റോക്സിലെ എക്സ്ട്രൂസീവ് റോക്സിന് കോമൺ ആയിട്ട് ചോദിച്ചു വരുന്ന എക്സാമ്പിളുകളാണ് ബെസാൾട്ട്, റയോലൈറ്റ്, ആൻഡിസൈറ്റ്, പ്യൂമിസ്, ടഫ് എന്നിവ. ഇൻട്രൂസീവ് റോക്സിലാണെങ്കിൽ ഗ്രാനൈറ്റ്, ബാത്തോലിത്ത്, സ്ലാക്കോലിത്ത്, സിൽസ്, ഡൈക്സ്, ഗാബ്രോ, ഡയോറൈറ്റ് എന്നിവ. അവസാദ ശിലകളിലാണെങ്കിൽ മെക്കാനിക്കലി ഫോംഡ് ആയിട്ടുള്ള അവസാദ ശിലകളുടെ ഉദാഹരണമാണ് ക്ലേ, ഷെയിൽ, സാൻഡ്സ്റ്റോൺ, ലോസ്, മണൽക്കല്ല്, കൺഗ്ലോമറേറ്റ് എന്നിവ. അതുപോലെ ഓർഗാനിക്കലി ഫോംഡ് ആയിട്ടുള്ളവയുടെ എക്സാമ്പിളാണ് കോൾ, ചോക്ക്, ലൈംസ്റ്റോൺ, ഗീസറൈറ്റ് എന്നിവ. പിന്നെ കെമിക്കലി ഫോംഡ് ആയിട്ടുള്ളവയുടെ എക്സാമ്പിളാണ് ജിപ്സം, റോക്ക് സാൾട്ട്, ചെർട്ട്, ഹാലൈറ്റ്, പൊട്ടാഷ്, നൈട്രേറ്റ് എന്നിവ.
കായാന്തരിത ശിലകളിലെ എക്സാമ്പിൾ ഡൈനാമിക് മെറ്റാമോർഫിസം വഴി ഉണ്ടാകുന്ന ശിലകളുടെ ഉദാഹരണങ്ങളാണ് നെയ്സ്, ഷിസ്റ്റ് എന്നിവ. ഗ്രാനൈറ്റ് ആണ് നെയ്സായിട്ടും ബസാൾട്ട് ആണ് ഷിസ്റ്റായിട്ടും മാറുന്നത്. തെർമൽ മെറ്റാമോർഫിസത്തിലൂടെ ഉണ്ടാകുന്ന റോക്കുകൾക്ക് ഉദാഹരണമാണ് മാർബിൾ, ക്വാഡ്സൈറ്റ്, സ്ലേറ്റ്, ഗ്രാഫൈറ്റ് എന്നിവ. ലൈംസ്റ്റോൺ ആണ് മാർബിളായിട്ടും സാൻഡ്സ്റ്റോൺ ആണ് ക്വാഡ്സൈറ്റ് ആയിട്ടും ക്ലേയും ഷെയിലുമാണ് സ്ലേറ്റ് ആയിട്ടും കോൾ ആണ് ഗ്രാഫൈറ്റ് ആയിട്ടും മാറപ്പെടുന്നത്. നമുക്കിനി ഒരു റോക്ക് സൈക്കിൾ പരിചയപ്പെടാം. ശിലകൾ എന്നും അവ രൂപപ്പെട്ട അതേ അവസ്ഥയിൽ തുടരത്തില്ല. കാലാന്തരത്തിൽ അവ മാറ്റങ്ങൾക്ക് വിധേയമായിട്ട് വേറൊരു ശിലയായിട്ട് മാറുന്നുണ്ട്. അവസാദ ശില ഉരുകിയ ആഗ്നേയശിലയാവും. അതുപോലെ ആഗ്നേയശിലകൾ പൊടിഞ്ഞുണ്ടാകുന്ന അവസാദം അടുക്കുകളായിട്ട് അവസാദശില രൂപപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ആഗ്നേയശില ഉയർന്ന താപമോ മർദ്ദമോ പ്രയോഗിക്കപ്പെട്ട് ഭൗതികവും രാസപരവുമായും മാറ്റങ്ങൾക്ക് വിധേയമാകാറുണ്ട്. അങ്ങനെ കായാന്തരിത ശില ഉണ്ടാവുന്നുണ്ട്. അതുപോലെ കായാന്തരിത ശില ഉരുകി ശിലാദ്രവമായിട്ട് ഇവ തണുത്ത് ആഗ്നേയശിലകളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ കായാന്തരിത ശില പൊടിഞ്ഞുണ്ടാകുന്ന അവസാദം അടിഞ്ഞുകൂടിയിട്ട് ഇവ കട്ടിയായി അവസാദ ശിലകളായിട്ട് മാറുന്നുണ്ട്. അതുപോലെ ഈ അവസാദ ശിലകൾ ഉയർന്ന താപമോ മർദ്ദമോ പ്രയോഗിക്കപ്പെടുന്നത് മൂലം കായാന്തരിക പ്രക്രിയയിലൂടെ കായാന്തരിക ശിലകളായിട്ട് രൂപം കൊള്ളുന്നുണ്ട്. ഇനി അപക്ഷയം അഥവാ വെതറിങ്. കാലാന്തരത്തില് ശിലകൾക്ക് പലവിധമായ മാറ്റങ്ങൾ ഉണ്ടാവും. അവ പൊട്ടിപ്പൊടിയുകയോ വിഘടിക്കുകയോ ഒക്കെ ചെയ്യും. ഈ പ്രക്രിയയാണ് അപക്ഷയം എന്ന് പറയുന്നത്. ഭൗതികമായ അപക്ഷയം എന്ന് പറയുമ്പോൾ താപത്തിലെ ഏറ്റക്കുറച്ചിലുകൾ കാരണം ശിലാധാതുക്കളിൽ ഉണ്ടാകുന്ന വികാസവും സങ്കോചവും അപക്ഷയത്തിന് കാരണമാവുകയാണെങ്കിൽ അവയെ ഫിസിക്കൽ ഓർ മെക്കാനിക്കൽ വെതറിങ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ ഈ വിള്ളലുകൾക്കുള്ളിൽ ജലം തണുത്തുറയുന്നത് കൊണ്ടും ശിലകൾ പൊടിയാറുണ്ട്. അതും ഈ ഭൗതിക അപക്ഷയത്തിൽപ്പെടുന്നവയാണ്. രാസിക അപക്ഷയം എന്ന് പറയുന്നത് ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ്, ജലം എന്നീ ഘടകങ്ങൾ ശിലകളിലുള്ള ധാതുക്കളുമായിട്ട് രാസപ്രവർത്തനത്തിൽ ഏർപ്പെടുകയും ശിലകളിൽ രാസപരമായ വിഘടനത്തിന് കാരണമാവുകയും ചെയ്യുമ്പോഴാണ് രാസിക അപക്ഷയം ഉണ്ടാവുന്നത്. ജൈവിക അപക്ഷയം എന്ന് പറയുമ്പോൾ എന്താണ്? സസ്യങ്ങളുടെ വേരുകൾ ശിലകളിലെ വിടവുകളിലേക്ക് ആഴ്ന്നിറങ്ങുകയും അതുപോലെ തന്നെ ചെറുജീവികളൊക്കെ മാളങ്ങൾ ഉണ്ടാക്കുന്നതും സസ്യജന്തു അവശിഷ്ടങ്ങളുടെ ജീർണനവുമൊക്കെ ഈ അപക്ഷയത്തിന് കാരണമാകാറുണ്ട്. അത്തരം അപക്ഷയത്തിന് കാരണമാകുന്നവയാണ് ജൈവിക അപക്ഷയം എന്ന് പറയുന്നത്.